ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണാകരനും മുക്തയും നന്ദനും കൂടി പ്ലാൻ ചെയ്തത് ചീറ്റി പോവുകയാണ്. രേവതിയുടെ കല്യാണത്തിന് പോവാൻ വേണ്ടി കമ്പനിയിൽ ചെറിയൊരു പ്രശ്നമുണ്ടാക്കി നന്ദൻ ഒരു ഹീറോനായിട്ട് അവരെല്ലാവരെയും കൂട്ടി പോവണമെന്ന് പ്ലാൻ ചെയ്തത് അങ്ങ് ചീറ്റി പോവാണ്. അങ്ങനെ നന്ദൻ കൈലാഷിനോട് കാര്യം പറയണേ. കൈലാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണേ, രേവതിയുടെ കല്യാണമാണ് ഞായറാഴ്ച. കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും ആ കല്യാണത്തിന് പോവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ ഓർഡർ വന്നതുകൊണ്ട് കരുണാകരൻ സാറ് ആരും തന്നെ കല്യാണത്തിന് പോവേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കൈലാഷ് അങ്ങ് ഞെട്ടാണ്. എന്ത് നന്ദ, നീ എന്താ പറഞ്ഞത്? ഓർഡർ വന്നിട്ടുണ്ടെന്ന്? പക്ഷേ ഞാനതൊന്നും അറിഞ്ഞില്ലല്ലോ. അരവിന്ദ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എത്ര യൂണിറ്റാണ് ഓർഡർ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ 600 യൂണിറ്റ്. അത് മൊത്തം തയ്ച്ചു തീർക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും. അതുകൊണ്ട് കരുണാകരൻ സാർ പറയുന്നത് കല്യാണത്തിന് ആരും പോവേണ്ട എന്നാണ്. പക്ഷേ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആ സ്റ്റാഫുകളോട് രേവതിയുടെ കല്യാണത്തിന് പോവേണ്ട എന്നുള്ളത് എങ്ങനെ പറയും സാർ എന്ന് പറയട്ടോ. അപ്പോൾ കൈലാഷ് പറയണ, ആരും കല്യാണത്തിന് പോവാതിരിക്കേണ്ട, എല്ലാവരും രേവതിയുടെ കല്യാണത്തിന് പോവണം. കാരണം കമ്പനിയിൽ ജോലി ചെയ്യും രേവതിയുടെ കല്യാണമാണ്. അവളുടെ കല്യാണം ഈ ഓർഡർ കിട്ടുന്നതിൻ്റെ മുന്നേ തീരുമാനിച്ചതല്ലേ. നമ്മളെല്ലാവരും പോവണം എന്നുള്ളതും തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഓർഡർ ഇപ്പോഴല്ലേ കിട്ടിയത്. ഞാൻ ആ ക്ലയൻറ്റിനോട് സംസാരിച്ചോളാം, കുറച്ചധികം സമയം വേണമെന്നുള്ളത്. നമുക്കെല്ലാവർക്കും കൂടി രേവതിയുടെ കല്യാണത്തിന് തന്നെ പോവാം. നീ അത് പോയി പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ നന്ദൻ പറയണേ, എങ്കിൽ അത് കൈലാഷ് സാർ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി സ്റ്റാഫുകളോട്, അവർക്കത് ഒരുപാട് സന്തോഷമാവും എന്ന് പറയട്ടോ. അങ്ങനെ നന്ദൻ സ്റ്റാഫുകളോട് ആരോടും ഇനി ജോലി ചെയ്യേണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ കൈലാഷ് സാറിനോട് സംസാരിച്ചിട്ടാണ് ഇനി നമ്മൾ ഇവിടെ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് നന്ദൻ കൈലാഷിൻ്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ കൈലാഷുമായിട്ട് നന്ദൻ വരുമ്പോൾ സ്റ്റാഫുകളോട് എല്ലാവരോടും എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കരുണാകരനും. അപ്പോൾ കൈലാഷ്, അരവിന്ദ് എവിടെ എന്ന് ചോദിക്കട്ടെ. അപ്പോഴത്തേക്കും അരവിന്ദ് അവിടേക്ക് വരികയാണ്. അപ്പോൾ അരവിന്ദ് പറയണ, നമ്മൾക്ക് സ്ഥിരമായുള്ള കസ്റ്റമറാണ്. ഇപ്പോൾ നമുക്ക് വലിയൊരു ഓർഡറാണ് തന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് തന്ന ഓർഡർ തയ്ച്ചു കൊടുക്കണം. അല്ലാതെ എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കസ്റ്റമറെ നമുക്കിനി കിട്ടില്ല. എത്രയോ കാലങ്ങളോളമായിട്ടുള്ള കസ്റ്റമറാണ്. അവരുടെ കയ്യിൽ 10 ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെയെല്ലാം അവർ മാറ്റിവെച്ച് നമുക്കാണ് ഈ ഓർഡർ തന്നിട്ടുള്ളത്. അത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് എന്നൊക്കെ അരവിന്ദ് പറയണം. അപ്പോൾ മുക്തയും കരുണാകരനും പറയണേ, ഈ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ പറഞ്ഞ ഓർഡർ നമുക്ക് കൃത്യസമയത്ത് അയച്ചു കൊടുക്കാൻ കഴിയുക. അതുകൊണ്ട് കല്യാണത്തിന് പോവണ്ട എന്നാണ് കൈലാഷ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, നിങ്ങൾ ആരും കല്യാണത്തിന് പോവാതിരിക്കേണ്ട, നിങ്ങളെല്ലാവരും കല്യാണത്തിന് പോയിക്കോ. ഇവിടെ വന്ന ഓർഡറില്ലേ, ആ ഓർഡറിന് ഞാനൊരു തീരുമാനം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുക്ത ചോദിക്കുകയാണ്, എന്താണ് കൈലാഷ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഈ ഓർഡർ ക്യാൻസലാക്കുന്നില്ല, പക്ഷേ രേവതിയുടെ കല്യാണത്തിന് പോവാതിരിക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് പറയണ, അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു കുടുംബമാണ്. നമ്മളോട് അത്രമാത്രം അധികം സ്നേഹത്തോടു കൂടി ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലുള്ളവർ ആരും തന്നെ രേവതിയുടെ കല്യാണത്തിന് പോവാതിരിക്കേണ്ട. ഈ ഓർഡർ പുറത്തേക്ക് കൊടുത്തോണ്ട് അവരെ കൊണ്ട് തയ്പ്പിച്ചോണ്ട് എന്ന് പറയുമ്പോൾ മുക്ത പറയണ, അതിലെന്ത് ലാഭമാണുള്ളത്? പിന്നെ നമ്മുടെ ഗാർമെൻസിനോടുള്ള വിശ്വാസം കൊണ്ടാണ് അവർ നമുക്ക് ഈ ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എത്രയായാലും നമ്മൾ പുറത്ത് കൊടുത്താൽ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ തൽക്കാലം നമുക്ക് പുറത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നഷ്ടമല്ലേ വരൂ കൈലാഷ് എന്ന് പറയട്ടോ. അപ്പോൾ കൈലാഷ് പറയണ, അത് സാരമില്ല മുക്ത, കുറച്ചൊക്കെ നഷ്ടം വന്നു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ കമ്പനിയുടെ സ്റ്റാഫിൽ ഒരു വിവാഹം വന്നിട്ട് ആ കല്യാണത്തിന് ഈ സ്റ്റാഫുകൾ ആരും പോവാതിരുന്നാൽ അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ്. അതുകൊണ്ട് ആരും തന്നെയും കല്യാണത്തിന് പോവാതിരിക്കേണ്ട. ഈ നഷ്ടമൊക്കെ ഞങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു കുടുംബം പോലെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് പറയും. കൈലാഷിൻ്റെ സ്റ്റാഫുകളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കാണുമ്പോൾ സ്റ്റാഫുകൾക്കും പ്രിയനും വല്ലാത്തൊരു വിഷമവും സന്തോഷവും ഒക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ പ്രിയം പറയണ, കൈലാഷ് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, എന്താണ് പ്രിയ, നിനക്ക് പറയാമല്ലോ എന്ന് പറയുമ്പോൾ, അല്ല എനിക്ക് സാറിനോടല്ല പറയാനുള്ളത്, ഈ സ്റ്റാഫുകളോടാണ് എന്ന് പറയട്ടോ. അങ്ങനെ കൈലാഷ് പറയണ, നമ്മൾ ആരും ഈ കല്യാണത്തിന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ മോഹനം പറയണേ, എന്താ പ്രിയ നീ പറയുന്നത്? നീ കുറച്ചു നേരം മിണ്ടാതിരിക്കും, ഞാൻ എല്ലാവരോടും ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയം പറയണ, ഞാൻ എന്തായാലും ഈ കല്യാണത്തിന് വരുന്നില്ല. കാരണം നമ്മളോടുള്ള സ്നേഹവും നമ്മളെ എല്ലാവരെയും ഒരു കുടുംബം പോലെ കാണുന്ന ഈ കൈലാഷ് സാറിനോടും ഈ കമ്പനിയോടും നമ്മൾ ചെയ്യുന്നത് ഒരു നന്ദികേടാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം വിട്ടുവീഴ്ചകളാണ് കൈലാഷ് അഭിനയം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഞായറാഴ്ച നമുക്ക് പണി ചെയ്തു എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ കരുണാകരൻ ആദ്യമേ പറയുന്നുണ്ട്, 2 വർഷത്തിന് ശേഷമാണ് നിങ്ങളോട് ഒരു ഞായറാഴ്ച ജോലി ചെയ്യണം എന്നുള്ളത് ഈ കമ്പനി ആവശ്യപ്പെടുന്നത്. അന്ന് ഒരു ദിവസം നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച ജോലി ചെയ്തതിന് നിങ്ങൾക്ക് ഡബിൾ സാലറിയാണ് നിങ്ങൾക്ക് തന്നത്. അതുപോലെ ഒരു അത്യാവശ്യ ഘട്ടമല്ലേ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ
ഈ കല്യാണത്തിന് പോവരുത് എന്ന് പറയുമ്പോൾ നിങ്ങളത് ധിക്കരിക്കുകയല്ലോ വേണ്ടത്, നിങ്ങളത് അനുസരിക്കുകയല്ലേ വേണ്ടത് എന്ന് കരുണാകരൻ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ മോഹനും സ്റ്റാഫുകളും എല്ലാവരും എതിർത്ത് നിൽക്കുകയാണ്. ഇല്ല, ഞായറാഴ്ച ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ രേവതിക്ക് കൊടുത്ത വാക്കാണ്, അതുകൊണ്ട് പോയിരിക്കുമെന്ന് തന്നെയാണ് അവർ ആ സമയത്ത് ദേഷ്യപ്പെട്ട് പറയുന്നത്. അങ്ങനെ കരുണാകരും സ്റ്റാഫുകളും കൂടി നല്ല മുട്ടം വഴക്കിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നന്ദനും മുക്തയ്ക്കും നല്ല സന്തോഷമാവണം, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം എത്തിയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കൈലാഷിനെ കാണാൻ വേണ്ടി നന്ദൻ പോയത്. അങ്ങനെ നന്ദനും മുക്തയും കരുണാകരനും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇനി നടന്നത്. അങ്ങനെ പ്രിയം പറയണ, നമ്മളെ എല്ലാവരെയും കുടുംബം പോലെ കാണുന്ന ഈ കൈലാഷ് കമ്പനിക്ക് നഷ്ടം വന്നാലും ശരി, സ്റ്റാഫുകളുടെ സന്തോഷമാണ് വലുത് എന്ന് തീരുമാനിച്ച് ഈ കൈലാഷ് സാറിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും രേവതിയുടെ കല്യാണത്തിന് ഞാൻ പോകുന്നില്ല, ഞായറാഴ്ച ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ഇവിടെ ജോലിക്ക് വരും എന്ന് പറയട്ടെ. ആര് തന്നെ വന്നില്ലെങ്കിലും ഞാൻ വരും എന്നങ്ങ് പറഞ്ഞതോടുകൂടി എന്നോടൊപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിൽക്കാം എന്ന് പറയട്ടെ. അപ്പോൾ നന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ മറ്റെന്തൊക്കെയാണല്ലോ പ്ലാൻ ചെയ്തത്, ഞാൻ തീരുമാനിച്ചതുപോലെയൊന്നുമല്ലല്ലോ ഇനിയിപ്പോൾ കാര്യം വരാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയൻ ആ വാക്ക് പറഞ്ഞതോടുകൂടി പാർവതി പറയണേ, ഞാനും കല്യാണത്തിന് പോകുന്നില്ല, ഞാനും ഞായറാഴ്ച ഇവിടേക്ക് ജോലിക്ക് വരാമെന്ന് പറയട്ടെ. അങ്ങനെ പാർവതി കൂടി പറഞ്ഞതോടുകൂടി ജയന്തിയും മോഹനനും എല്ലാവരും, എല്ലാ സ്റ്റാഫുകളും ഒന്നടക്കം ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഞങ്ങളെല്ലാവരും ഞായറാഴ്ച ഇവിടെ ജോലിക്ക് വരാം, നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്കും കമ്പനിയുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടല്ലേ, ഞങ്ങൾ ഉറപ്പായും അന്നേ ദിവസം ജോലിക്ക് വരാം എന്ന് പറയട്ടോ. അപ്പോൾ മോഹനൻ പറയണേ, ഞാൻ എന്തോ എടുത്തു ചാടിയിട്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, ഇല്ല മോഹന, നീ പറഞ്ഞതിലും കാര്യമുണ്ട്, ഞായറാഴ്ച ദിവസം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ, നിങ്ങൾക്ക് അന്നേ ദിവസം ഒരു ലീവുള്ള ദിവസം നിങ്ങളെ നിർബന്ധിച്ച് ജോലിക്ക് വരണം എന്ന് പറയാനൊന്നും ഞങ്ങൾക്കൊരു അധികാരവുമില്ല എന്ന് പറയണം. അങ്ങനെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കൈലാഷിൻ്റെ സ്റ്റാഫുകളോടുള്ള ആ സ്നേഹവും അത്രയും മാത്രം ആത്മാർത്ഥതയും കാണിക്കുമ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും കൈലാഷിൻ്റെ മുന്നിൽ തോറ്റു പോവുകയാണ്. അങ്ങനെ എല്ലാ സ്റ്റാഫുകളും പ്രിയം പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് എല്ലാവരും ഞായറാഴ്ച ജോലിക്ക് വരാം, രേവതിയുടെ കല്യാണത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ കൈലാഷ് പ്രിയനോട് പറയുന്നുണ്ട്, പ്രിയ അത് വേണോ, രേവതിക്ക് നമ്മൾ വാക്ക് കൊടുത്തതല്ലേ എന്ന് പറയുമ്പോൾ രേവതിയോട് കാര്യം പറഞ്ഞാൽ രേവതിക്ക് മനസ്സിലാവും, കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ രേവതിക്ക് അത് മനസ്സിലാവും. അപ്പോൾ പിന്നെ ആരാണ് കല്യാണത്തിന് പോവുക എന്ന് കൈലാഷ് ചോദിക്കുമ്പോൾ പാർവതി പറയണ, അതിനെന്താ, സാറ് പോയാൽ മതി, സാറ് പോയാൽ തന്നെ അത് രേവതിക്ക് ഒരുപാട് സന്തോഷമാവും, പിന്നെ ഞങ്ങളെല്ലാവരും രേവതിയെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് എന്ന് ജയന്തി അപ്പോൾ പറയണേ. അങ്ങനെ കൈലാഷ് തന്നെ രേവതിയുടെ കല്യാണത്തിന് പോവാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ നന്ദനും മുക്തയും കരുണാകരനും കൂടി പ്ലാൻ ചെയ്തത് ചീറ്റി പോവുകയും ചെയ്യാട്ടോ. അങ്ങനെ സ്റ്റാഫുകളെല്ലാവരും കൂടി ജോലിക്ക് പോവാണ്. അപ്പോൾ പ്രിയനോട് അരവിന്ദൻ പറയണേ, പ്രിയ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കമ്പനിയോടുള്ള ആത്മാർത്ഥത കാണുമ്പോൾ അത് വല്ലാത്ത സന്തോഷം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ അരവിന്ദനും പ്രിയനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജോലി നടക്കട്ടെ, എന്നാലാണ് നമുക്ക് കിട്ടിയ ഓർഡർ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ കഴിയൂ എന്നും പറഞ്ഞ് അരവിന്ദൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ മുക്തയും കരുണാകരനും നന്ദനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുക്ത ഇവരോട് രണ്ടുപേരോടും അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നന്ദൻ പറയണേ, ഇതിനൊക്കെ കാരണക്കാരൻ ഈ കരുണാകരൻ സാറാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, നീയും മുക്തയും കൂടിയിട്ടല്ലേ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ അവർ കല്യാണത്തിന് പോവരുത് എന്നുള്ളത് ആക്കി തീർക്കണം എന്ന് പറഞ്ഞു, അതിനു വേണ്ടി ഞാൻ തടസ്സം നിൽക്കണം എന്ന് പറഞ്ഞു, അതുപോലെയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ ഇവിടേക്ക് വന്നതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഈ കമ്പനിയിൽ ഒന്നും മിണ്ടാറു പോലുമില്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ അങ്ങനെ അവരെ തടഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ എന്നെ പഴി പറയുന്നോ എന്ന് ചോദിക്കുകയാണ്. മേഡം, ഞാൻ കാരണമൊന്നുമല്ല ഈ പ്ലാൻ ചീറ്റിപ്പോയത്, ഈ നിൽക്കുന്ന നന്ദൻ്റെ പണിയാണ്, നന്ദൻ കാരണമാണ്, മേഡത്തിൻ്റെ കൂട്ടുകാരൻ കാരണമാണ് എന്ന് പറഞ്ഞ് നന്ദനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ നന്ദന് ഒട്ട് വിട്ടു കൊടുക്കുന്നില്ല. അപ്പോൾ മുക്ത പറയണേ, നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നുണ്ടോ, കരുണാകര നിങ്ങൾ കൂടി ഇതിൽ കാരണക്കാരനാണെന്ന് പറയുമ്പോൾ കരുണാകരൻ മനസ്സിൽ ചിന്തിക്കാൻ, ഇവൾക്കെന്താ ഇപ്പോൾ തീരെ എന്നെ ഒരു വിലയില്ലാത്തതുപോലെയാണല്ലോ, കരുണാകരൻ സാർ എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ കരുണാകരൻ എന്ന് വിളിക്കുന്നു, ഇവൾക്ക് കുറച്ച് തലക്കനം കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ കരുണാകരൻ ആ പേര് വിളിച്ചതോട് കൂടി ദേഷ്യത്തിലാണ് കേട്ടോ മുക്തയെ നോക്കുന്നത്. അങ്ങനെ മുക്ത പറയണേ, നിങ്ങൾ രണ്ടുപേരും ഇതിൽ തെറ്റുകാർ തന്നെയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ ചീറ്റിപ്പോയി, പിന്നെ കരുണാകരൻ സാർ കുറച്ച് സ്ട്രോങ് ആയി അവരോട് പെരുമാറി, അങ്ങനെയല്ല വേണ്ടിയിരുന്നത്, കുറച്ച് നയത്തിലാണ് ഇടപെടേണ്ടിയിരുന്നത്, പിന്നെ കൈലാഷിനെ കൊണ്ട് നന്ദൻ സമ്മതിപ്പിച്ചതുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് തന്നെ ആയാലും ഞാനൊന്നും ഇതിൽ ഒരു തെറ്റുകാരനുമല്ല, നിങ്ങൾ രണ്ടുപേരാണ് ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മുക്ത അങ്ങ് ദേഷ്യത്തിൽ നോക്കണം. അയ്യോ, ഞാൻ മേഡത്തെ ഉദ്ദേശിച്ചിട്ടല്ല, ഒന്നാമത്തെ തെറ്റുകാരൻ ആ ഓർഡർ കൊണ്ടുവന്നില്ലേ അരവിന്ദൻ, അവൻ രണ്ടാമത്തെ തെറ്റുകാരൻ ഈ നിൽക്കുന്ന നന്ദനും കൂടിയാണ് എന്ന് പറഞ്ഞ് കരുണാകരനെ അവരെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നന്ദന് എന്തിനാണ് ഇങ്ങനെ ആത്മാർത്ഥതയോട് കൂടി കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടതുണ്ട്, എന്തിനാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ഓർഡർ ഇവിടേക്ക് കൊണ്ടുവരേണ്ടുന്നത്, മുക്ത മേഡം പറഞ്ഞതോടുകൂടി അരവിന്ദ് അങ്ങനെ ഒരു ഓർഡർ
ഓർഡർ കൊണ്ടുവന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് അതൊന്നും വേണ്ടിയിരുന്നില്ല. ഇവർ രണ്ടുപേരും തന്നെയാണ് ഇതിന് തെറ്റുകാരി. ഇപ്പോൾ എന്തായി? കൈലാഷിൻ്റെ മനസ്സിൽ സ്റ്റാഫുകളോട് കൂടുതൽ സ്നേഹവും കിട്ടി. കൈലാഷിനോട് സ്റ്റാഫുകൾക്ക് കൂടുതൽ ബഹുമാനവും അവരോടുള്ള ആത്മാർത്ഥതയും കൂടുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ഇതിലുണ്ടായത്. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാനുകളും നിങ്ങളുടെ ഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ പാർവതിയെ നാളെ തന്നെ നന്ദൻ വിവാഹം കഴിക്കുന്നത് പോലെയും മുക്ത മേഡം ആണെങ്കിലോ കൈലാഷ് സാറിനെ നാളെ തന്നെ വിവാഹം കഴിക്കും എന്ന മട്ടിലാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ പെരുമാറിയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് കരുണാകരൻ മുക്തയെയും നന്ദനെയും അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അതോടുകൂടി മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് രണ്ടുപേരും എൻ്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ആട്ടിയിറക്കുകയാണ്. രേവതിയുടെ കല്യാണത്തിന് ഒരുപാട് പ്ലാൻ ചെയ്ത പാർവതിയെയും നന്ദനെയും ഒരുമിപ്പിക്കാം, അവനാണ് ഗന്ധർവൻ എന്നുള്ളത് പ്ലാൻ ചെയ്ത മുക്തയ്ക്ക് നല്ലൊരു തിരിച്ചടിയാണ് കിട്ടിയത്. ചെയ്ത ആ പ്ലാനും ചീറ്റിപ്പോയി.